നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 3 എവല്യൂഷൻ ഓഫ് ഇന്ത്യയിലെ മീഡിയവൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതിൽ മക്തബ് മദ്രസ അതുപോലെ തന്നെ പാട്രണേജ് അണ്ടർ ഗുപ്ത മൗര്യ മുഗൾ പീരീഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ മീഡിയവൽ എഡ്യൂക്കേഷൻ ഇന്ത്യ വാസ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് മെയിൻലി ബൈ മുസ്ലിം സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. മീഡിയവൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് മെയിനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത് മുസ്ലിം സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു. എഡ്യൂക്കേഷൻ ടു മാസസ് എന്ന് പറയുന്നൊരു അവരുടെ ഒരു അജണ്ടയായിരുന്നു. അതുപോലെ തന്നെ മക്തബ് മദ്രസകളിലൂടെയാണ് എഡ്യൂക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. മീഡിയവൽ എഡ്യൂക്കേഷൻ ഗുപ്ത മുഗൾ മൗര്യ പീരീഡ്സിൽ എങ്ങനെയായിരുന്നു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരുന്നത് എന്നുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് medieval education or Islamic education. Medieval education is also known as Islamic education. Islamic education was begun with the establishment of Muslim rule in India. മുസ്ലിം റൂൾ ഇന്ത്യയിലൂടെ വന്നതുകൂടി തന്നെ ഇസ്ലാമിക് എഡ്യൂക്കേഷനും ഇന്ത്യയിൽ തുടങ്ങി. മുഹമ്മദ് ഗസ്നിയാണ് അതിലൊരു ഫൗണ്ടേഷൻ കൊണ്ടുവന്നത്. മക്തബ് മദ്രസകളിലൂടെയാണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അക്ബർ, ജഹാംഗീർ, ഔറംഗസേബ് എന്നീ റൂളേഴ്സ് എഡ്യൂക്കേഷൻ എക്സ്പാൻഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സഹായിച്ചിരുന്നു. അതുപോലെ അക്ബർ എന്ന് പറയുമ്പോൾ ബോത്ത് റിലീജിയസ് ആൻഡ് സെക്യുലർ ലേണിങ്ങിന് പ്രൊമോട്ട് ചെയ്തിരുന്നു. അതായത് മതപരമായിട്ടും പൊതുവായിട്ടുള്ള കാര്യങ്ങളും പഠിപ്പിച്ചിരുന്നു. പിന്നെ ഔറംഗസേബിൻ്റെ കാലത്തോട് കൂടിയിട്ട് മുഗൾ റൂളിന് ഒരു എൻഡ് വന്നു. ആ ഒരു എൻഡോട് കൂടി ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഡിക്ലൈൻ ചെയ്തു തുടങ്ങി. ഇനി ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ ഹോളി ഖുറാൻ ബേസ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഫ്രീ എഡ്യൂക്കേഷൻ ആയിരുന്നു. അതായത് സ്റ്റേറ്റ് റൂളേഴ്സ് അല്ലെങ്കിൽ ചാരിറ്റബിൾ എൻഡോമെൻറ്റ് വഖഫ് അങ്ങനെയുള്ള ഓരോ ചാരിറ്റി വഴിയായിരുന്നു. ഇന്ന് നമ്മൾ വഖഫ് എന്നൊക്കെ പറഞ്ഞ പോലെ ചാരിറ്റി വഴിയായിരുന്നു. അതുപോലെ സ്റ്റേറ്റ് റൂളേഴ്സിൻ്റെ ഒക്കെ ഹെൽപ്പോട് അല്ലെങ്കിൽ ഫണ്ടോട് കൂടിയിട്ടാണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രീ എഡ്യൂക്കേഷനാണ്. പിന്നെ ലേണിംഗ് ത്രൂ മെമ്മറൈസേഷൻ, മനഃപ്പാഠമാക്കിക്കൊണ്ടുള്ള പഠനം അല്ലെങ്കിൽ പറഞ്ഞു പഠിക്കുക, റിസൈറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു പ്രോസസ്സായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുപോലെ ഇൻ്റഗ്രേഷൻ ഓഫ് റിലീജിയസ് ആൻഡ് ലൈഫാണ്. അതായത് ബോത്ത് വേർഡി ആൻഡ് സ്പിരിച്വൽ സക്സസ്സിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടുള്ള സക്സസ്സിന് വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ പേർഷ്യൻ, ഉറുദു, അറബിക് ആയിരുന്നു. ഇൻക്ലൂസീവ് സബ്ജക്റ്റ് ആയിട്ടുള്ള ലോജിക്ക്, ഫിലോസഫി, ആസ്ട്രോണമി, മെഡിസിൻ, ലിറ്ററേച്ചറൊക്കെ പഠിപ്പിച്ചിരുന്നു. പിന്നെ മറ്റുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിച്ച പോലെ തന്നെ ഇസ്ലാമിക് എഡ്യൂക്കേഷനിൽ ബിസ്മില്ല സെറിമണിയിലൂടെയാണ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. എഡ്യൂക്കേഷൻ ടു മാസ് ആയിരുന്നു അവരുടെ ഒരു ഫീച്ചേഴ്സ്. സ്റ്റേറ്റ് പാട്രണേജ്, അതായത് ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആകുമ്പോൾ അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ആ സ്റ്റേറ്റിനാണ് ഉണ്ടാവുക. അതേ ഒരു സിസ്റ്റം തന്നെയാണ് മീഡിയവൽ എഡ്യൂക്കേഷനിൽ റൂളേഴ്സ്, എംപറേഴ്സ് ഫോളോ ചെയ്തിരുന്നത്. അതായത് എല്ലാ സഹായവും ആ റൂളേഴ്സ് നൽകിയിരുന്നു. അവർ കുറേ മക്തബ്, മദ്രസ, ലൈബ്രറീസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തു. അതിന് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകി, സപ്പോർട്ട് നൽകി. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. ഇനി ഓർഗനൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 2 ഓർഗനൈസേഷൻ, മക്തബ്, മദ്രസ. മക്തബ് എന്ന് പറയുമ്പോൾ പ്രൈമറി എഡ്യൂക്കേഷനാണ്. അതായത് ബേസിക് ആയിട്ടുള്ള അവിടെ ഖുറാൻ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ റിലീജിയസ് പ്രയേഴ്സാണ് അവിടെ ബേസിക് എഡ്യൂക്കേഷനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതായത് ബിസ്മില്ല സെറിമണിയിലൂടെയാണ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. 4 ഇയർ 4 മന്ത് 4 ഡേയ്സ് ഓൾഡ്, അതായത് 4 വയസ്സ് 4 മാസം 4 ദിവസം പ്രായമായൊരു കുട്ടി ബിസ്മില്ല സെറിമണി കഴിഞ്ഞതോടുകൂടി എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു സ്റ്റാർട്ടിങ് സെറിമണിയാണ് ബിസ്മില്ല സെറിമണി എന്ന് പറയുന്നത്. അവിടെ മെയിനായിട്ട് ഖുറാൻ ബേസിലുള്ള ടീച്ചിങ് ആണ് ഉണ്ടാവുക. ഈ മക്തബ് മദ്രസ എന്ന് പറയുന്നത് മെയിനായിട്ട് ഉണ്ടാവുക മോസ്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലാണ്. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ മദ്രസകളിലാണ് നൽകിയിരുന്നത്. ബോത്ത് സെക്യുലർ റിലീജിയസ് എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നു. അതായത് മതപരമായിട്ടും പൊതുവായിട്ടുള്ള എഡ്യൂക്കേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇനി കരിക്കുലം എന്ന് പറയുമ്പോൾ മക്തബിൽ കോമൺ പ്യൂപ്പിൾ, അതായത് കോമൺ ആയിട്ടുള്ള റീഡിങ്, റൈറ്റിങ്, 3 ആർട്സ് ഉണ്ടല്ലോ, അതാണ് മെയിനായിട്ട് അവിടെ ഫോക്കസ് ചെയ്തിരുന്നത്. അറബിക്, പേർഷ്യൻ, ഉറുദു ആയിരുന്നു ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ മദ്രസ എന്ന് പറയുമ്പോൾ റിലീജിയസ് എഡ്യൂക്കേഷൻ കൺസിസ്റ്റ് ഓഫ് സ്റ്റഡി ഓഫ് ഖുറാന്, അതുപോലെ പ്രവാചകൻ്റെ ട്രഡീഷൻസ്, ഇസ്ലാമിക് ലോസ് ഒക്കെ ആയിരുന്നു റിലീജിയസ് എഡ്യൂക്കേഷനായിട്ട് പഠിച്ചിരുന്നത്. ഇനി പൊതുവായിട്ടുള്ള ഗ്രാമർ, ലിറ്ററേച്ചർ, ലോജിക്ക്, ഫിലോസഫി, ആസ്ട്രോളജി അതൊക്കെയാണ് സെക്യുലർ എഡ്യൂക്കേഷനായിട്ട് കൺസിസ്റ്റ് ചെയ്തിരുന്നത്. ഇനി വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരുന്നു. അതായത് മിലിറ്ററി സയൻസ്, മെഡിസിൻസ്, ആർക്കിടെക്ചർ, പെയിൻറ്റിങ്സ് അതെല്ലാം പഠിപ്പിച്ചിരുന്നു.
ഇനി മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഓറലായിരുന്നു. അതുപോലെ തന്നെ മനഃപ്പാഠമാക്കിക്കൊണ്ടുള്ള പഠനം ഉണ്ടായിരുന്നു. അതുപോലെ ലെക്ചർ മെത്തേഡ്, അതായത് പ്രഭാഷണ രീതി അല്ലെങ്കിൽ പ്രാസംഗിക രീതിയൊക്കെ ഹയർ എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്നിരുന്നു. മോറൽ ട്രെയിനിങ്, അതായത് ഒരു ധാർമ്മികമായിട്ടുള്ള നമ്മൾ എത്തിക്സ്, ഹോണസ്റ്റി അങ്ങനെയുള്ള പ്രിൻസിപ്പിളൊക്കെ പഠിപ്പിക്കുന്നതിലൂടെ ഒരു ക്യാരക്ടർ ബിൽഡിങ് ഡിസിപ്ലിന് എംഫസൈസ് ചെയ്തിരുന്നു. പ്രാക്ടിക്കൽ ലേണിംഗ്, അതായത് സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ട് ആർട്സ്, സയൻസ്, മെഡിസിൻ എന്നിവ പഠിപ്പിച്ചിരുന്നു. ഈ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ആയിരുന്നു. കോർപ്പറേറ്റ് പണിഷ്മെൻറ്റ് ഉണ്ടായിരുന്നു. റിവാർഡ്സ് അത് ടീച്ചേഴ്സിനായാലും സ്റ്റുഡൻസിനായാലും ഡിസേർവിങ് കേസിൽ കൊടുത്തിരുന്നു. ഇനി എഡ്യൂക്കേഷൻ ഫോർ വുമൺ എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. അതായത് സാധാരണ വുമൺസിന് എഡ്യൂക്കേഷൻ ലഭിച്ചിരുന്നില്ല. എഡ്യൂക്കേഷൻ ലഭിച്ചിരുന്ന വുമൺസ് എന്ന് പറയുമ്പോൾ വെൽത്തി ആയിട്ടുള്ള പ്യൂപ്പിൾസിനായിരുന്നു, വുമൺസിനായിരുന്നു. അതായത് പ്രൈവറ്റ് ട്യൂട്ടേഴ്സിനെ വെച്ചിട്ട് വെൽത്തി ആയിട്ടുള്ള വുമൺസിന് എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നു. അതിൻ്റെ കരിക്കുലം കൺസിസ്റ്റ് ചെയ്യുക പറയുമ്പോൾ റിലീജിയസ് ബുക്ക്, ഹോം സയൻസ് ആയിരുന്നു കരിക്കുലം എന്ന് പറയുന്നത്. ലിമിറ്റഡ് ആയിരുന്നു, എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല വുമൻസിന്. ഇനി സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ജനറലി റെസ്പെക്റ്റഡ് ആയിരുന്നു, അവർ റെസ്പെക്റ്റ് ചെയ്തിരുന്നു ടീച്ചേഴ്സിനെ. അതുപോലെ തന്നെ അവിടെ ഒരു ഇൻറ്റിമസി ഉണ്ടായിരുന്നില്ല സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സ് തമ്മിൽ. പക്ഷേ അവിടെ അപ്രോച്ച് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സിൻസിയാരിറ്റി ആൻഡ് പ്യൂരിറ്റി ആയിരുന്നു. പിന്നെ ടീച്ചേഴ്സിനെ ഉസ്താദ്, മൗലവി, ഇമാമ് എന്നിങ്ങനെയൊക്കെ ആയിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇനി എയിംസ് ഓഫ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യുക, അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ ഇടയിൽ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ മെയിനായിട്ട് ഒരു എഡ്യൂക്കേഷൻ മുസ്ലിംസിൻ്റെ ഇടയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു മെയിനായിട്ട് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ്റെ എയിം എന്ന് പറയുന്നത്. പിന്നെ മെറ്റീരിയലിസ്റ്റിക് പ്രോസ്പെരിറ്റി അറ്റൈൻ ചെയ്യുക, അതായത് നമ്മളുടെ എല്ലാ സുഖ സൗകര്യങ്ങളും എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിലൂടെ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുക. അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ പ്രാക്ടിക്കൽ ലൈഫിന് വേണ്ടിയിട്ടും എയിം ചെയ്തിരുന്നു. പിന്നെ പ്രൊമോട്ട് ക്യാരക്ടർ ബിൽഡിങ്, ഡിസിപ്ലിൻ, റെസ്പെക്ട് ഫോർ എൽഡേഴ്സിനൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നു. പിന്നെ ഖുറാനും അതുപോലെ തന്നെ റിലീജിയസ് ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാനും കുട്ടികളെ പ്രാപ്തരാക്കിയിരുന്നു. ഈ മെയിൻ സെൻറ്റേഴ്സ് ഓഫ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ആഗ്ര, ഡൽഹി, ജോൺപൂർ, ബിദാർ, അജ്മീർ അങ്ങനെയുള്ള കുറച്ച് സെൻറ്റേഴ്സ് ആയിരുന്നു മെയിനായിട്ട് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ഫ്രീ ആയിരുന്നു. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരുന്നത്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ലഭിച്ചിരുന്നു. ക്യാരക്ടർ ബിൽഡിങ്ങിനെ സഹായിച്ചിരുന്നു. പിന്നെ എല്ലാ തരത്തിലും ഉള്ള എഡ്യൂക്കേഷൻ, എല്ലാ ക്യാരക്ടർ ബിൽഡിങ്, ഡിസിപ്ലിൻ അങ്ങനെ എല്ലാ തരത്തിലുള്ളൊരു എഡ്യൂക്കേഷനാണ് ഫോക്കസ് ചെയ്തിരുന്നത്. ഡീമെറിറ്റ് പറയുമ്പോൾ മെയിനായിട്ട് അവർ റിലീജിയൻ ഫോക്കസ്ഡ് ആയിരുന്നു, അതായത് മതപരമായിട്ടുള്ള കുറേ കാര്യങ്ങളായിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ വുമൻസിന് എല്ലാ വുമൻസിനും എഡ്യൂക്കേഷൻ ലഭിച്ചിരുന്നില്ല, നോൺ മുസ്ലിംസിന് എഡ്യൂക്കേഷൻ ലഭിച്ചിരുന്നില്ല. അതുപോലെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ലാക്കിംഗ് ആയിരുന്നു. കോർപ്പറേറ്റ് പണിഷ്മെൻറ്റ് കോമൺ ആയിരുന്നു. നമ്മൾ പറയുന്നത് പാട്രണേജ് ഓഫ് ലേണിംഗ് അണ്ടർ ഗുപ്ത, മൗര്യ, മുഗൾ, അതായത് ഗുപ്ത, മൗര്യ, മുഗൾ പീരീഡിൽ എങ്ങനെയായിരുന്നു എഡ്യൂക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് മുഗൾ പീരീഡാണ് പറയുന്നത്. മുഗൾ പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു എഡ്യൂക്കേഷനിൽ ഒരു റിമാർക്കബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്ന ഒരു കാലഘട്ടമായിരുന്നു മുഗൾ പീരീഡ്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ക്ലോസ്ലി റിലീജിയൻ, കൾച്ചർ, അഡ്മിനിസ്ട്രേഷൻ, മതപരമായിട്ട് കൾച്ചർ, അഡ്മിനിസ്ട്രേഷനുമായിട്ട് ക്ലോസ് ലിങ്ക്ഡ് ആയിരുന്നു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ. ബോത്ത് മുസ്ലിംസ് ആൻഡ് ഹിന്ദുസിന് എഡ്യൂക്കേഷൻ ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ സ്കൂൾസ് എന്ന് പറയുമ്പോൾ മോസ്ക്, കാൻഗ, സൂഫീസിൻ്റെ കാൻഗകളൊക്കെ അറ്റാച്ച് ചെയ്തായിരുന്നു സ്കൂൾസ് ബിൽഡ് ചെയ്തിരുന്നത്. അവർ ഇതിനൊക്കെ ആയിട്ട് സ്പെഷ്യൽ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഫ്രീ ആയിരുന്നു എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ മുസ്ലിം റിസീവ്ഡ് എഡ്യൂക്കേഷൻ, മുസ്ലിംസ് മദ്രസ, മക്തബ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് മുസ്ലിംസിന് എഡ്യൂക്കേഷൻ ലഭിച്ചിരുന്നത്, അതായത് മക്തബ്, മദ്രസകളിലൂടെ. ഹിന്ദുസിന് പറയുമ്പോൾ പാഠശാലകളിലൂടെയാണ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഡ്യൂക്കേഷൻ ലഭിച്ചിരുന്നത്. ഈ മെയിൻ സെൻറ്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഡ്യൂറിങ് മുഗൾ പീരീഡ് എന്ന് പറയുമ്പോൾ ലാഹോർ, ഡൽഹി, അജ്മീർ, സേൽക്കോട്ട്, അഹമ്മദാബാദ്, അലഹബാദ്, ലക്നൗ, മുർഷിദാബാദ്. പിന്നെ കുറേ സ്കോളേഴ്സ് ഈ എഡ്യൂക്കേഷൻ അട്രാക്ട് ചെയ്തിരുന്നു. അതുപോലെ നിസാമിയ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ അന്ന് പോപ്പുലർ ആയിരുന്നു. നെയിംസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇസ്ലാമിക് നോളജ് സ്പ്രെഡ് ചെയ്യുക, അതായത് ഖുറാൻ പഠനം സ്പ്രെഡ് ചെയ്യുക, അതൊക്കെ തന്നെയായിരുന്നു അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഒരു റിലീജിയസ് ആൻഡ് സെക്കുലർ എഡ്യൂക്കേഷൻ്റെ ബാലൻസ്ഡ് കോമ്പിനേഷൻ ആയിരുന്നു. അതായത് ബോത്ത് റിലീജിയസും മതപരമായിട്ടും അല്ലാതെ പൊതുവായിട്ടുള്ള എഡ്യൂക്കേഷന് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് ആയിരുന്നു. പിന്നെയെന്ന് പറയുമ്പോൾ കൾച്ചറൽ ഹാർമണി ബിറ്റ്വീൻ ഹിന്ദു ആൻഡ് മുസ്ലിംസ് ആയിരുന്നു. അതായത് ഹിന്ദുക്കൾക്കും മുസ്ലിംസിനും ഒരുപോലെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതിലൂടെ ഒരു കൾച്ചറൽ ഹാർമണി അവർ എൻകറേജ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ
സ്കോളേഴ്സിനെ പ്രിപ്പയർ ചെയ്യുക, അഡ്മിനിസ്ട്രേഷൻ, ലോ, ലിറ്ററേച്ചറിനൊക്കെ വേണ്ടിയിട്ട് സ്കോളേഴ്സിനെ പ്രിപ്പയർ ചെയ്യുക, അത് അവരുടെ ഒരു എയിമായിരുന്നു. പിന്നെ പ്രൊമോട്ട് മോറൽ ഡിസിപ്ലിൻ, ഒബീഡിയൻസ്, അതായത് അച്ചടക്ക, അനുസരണ, അങ്ങനെയുള്ള മോറൽ ഡിസിപ്ലിൻസ് അവർ പ്രൊമോട്ട് ചെയ്തിരുന്നു. ഇനി ഇൻഫ്ലുവൻസ് ഓഫ് മുഗൾ റൂളേഴ്സ് എന്ന് പറയുമ്പോൾ ബാബറാണ് മുഗൾ എംപയർ ഫൗണ്ടർ എന്ന് പറയുന്നത്. അദ്ദേഹം ലിറ്ററേച്ചർ, പോയട്രി, പേർഷ്യൻ ലാംഗ്വേജ് ഒക്കെ എൻകറേജ് ചെയ്തിരുന്നു. അദ്ദേഹം പേഴ്സണലി വെൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ നോബൽസിൻ്റെ ഇടയിലുള്ള എഡ്യൂക്കേഷൻ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിരുന്നു. അദ്ദേഹമാണ് ബാബറി ഹാൻഡ് റൈറ്റിംഗ് കൊണ്ടുവന്നത്. അടുത്തത് ഹുമയൂൺ എന്ന് പറയുമ്പോൾ കുറേ ലൈബ്രറീസ്, ഒബ്സർവേഷനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ പുരോഹിതന്മാരുടെ പഠനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം എൻകറേജ് ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹം ഡൽഹിയിൽ ഒരു മദ്രസ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആസ്ട്രോണമി, ജോഗ്രഫി എന്നീ സബ്ജക്റ്റ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിരുന്നു. ഇനി അക്ബർ എന്ന് പറയുമ്പോൾ അക്ബർ എന്നറിയപ്പെടുന്നത് തന്നെ ദ ഗ്രേറ്റ്. അപ്പോൾ പീരീഡ് ഓഫ് ഗ്രേറ്റസ്റ്റ് എഡ്യൂക്കേഷണൽ ഗ്രോത്ത്, അതായത് മുഗൾ റൂളേഴ്സിൻ്റെ ഒരു ഗ്രേറ്റ് എഡ്യൂക്കേഷൻ ഗ്രോത്ത് ഉണ്ടാകുന്നത് തന്നെ അക്ബറിൻ്റെ കാലഘട്ടത്തിലാണ്. അതായത് കുറേ സ്കൂൾസ്, കോളേജസ്, ലൈബ്രറീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. കരിക്കുലം റീഫോം ചെയ്തു, അതായത് സയൻസ്, ഫിലോസഫി, ആസ്ട്രോണമി, എത്തിക്സ്, അഡ്മിനിസ്ട്രേഷനൊക്കെ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ വുമൺ എഡ്യൂക്കേഷൻ എൻകറേജ് ചെയ്തു. ഫ്രീ എഡ്യൂക്കേഷൻ, അതായത് പാവപ്പെട്ടവർക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുത്തു. പിന്നെ ഹിന്ദുസിനും മുസ്ലിംസിനും എഡ്യൂക്കേഷൻ ഈക്വലി പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇനി ജഹാംഗീർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു സ്കോളർ ആയിരുന്നു, ഒരു പോയറ്റ് ആയിരുന്നു. പ്രൊമോട്ടഡ് ലേണിംഗും ആർട്സും പ്രൊമോട്ട് ചെയ്തിരുന്നു. അദ്ദേഹം ലൈബ്രറീസ് എക്സ്പാൻഡ് ചെയ്തു. അതുപോലെ തന്നെ ബുക്ക് കളക്ഷൻ എൻകറേജ് ചെയ്തു. റിപ്പയർഡ് ഓൾഡ് മക്തബും മദ്രസയും റിപ്പയർ ചെയ്തു. ഷാജഹാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇമ്പീരിയൽ കോളേജ് നിയർ ജമാ മസ്ജിദ് ഡൽഹിൻ്റെ അടുത്ത് അദ്ദേഹം ബിൽഡ് ചെയ്തു. അതുപോലെ തന്നെ ആർക്കിടെക്ചർ, മ്യൂസിക്, പെയിൻറ്റിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്തു. ഇനി ഔറംഗസേബ് എന്ന് പറയുമ്പോൾ പ്രൊമോട്ട് ഇസ്ലാമിക് എഡ്യൂക്കേഷനാണ്. അദ്ദേഹം ഇസ്ലാമിക് എഡ്യൂക്കേഷൻ മാത്രമായിരുന്നു പ്രൊമോട്ട് ചെയ്തിരുന്നത്. ലെസ് ഹിന്ദു ടോളറൻറ്റ് ലേണിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം കുറേ സ്കൂൾസ്, കോളേജസ്, എംപയേഴ്സ് ഒക്കെ ഫൗണ്ട് ചെയ്തു. പിന്നെ ഔറംഗസേബിൻ്റെ കാലഘട്ടത്തോട് കൂടിയിട്ടാണ് മുഗൾ റൂള് ഡിക്ലൈൻ വന്നത്, തകരാൻ തുടങ്ങിയത്. അത് ഇസ്ലാമിക് എഡ്യൂക്കേഷനും ഫെയിലാവാൻ തുടങ്ങി. ഇനി അടുത്തത് എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഗുപ്ത പീരീഡാണ്. ഗുപ്ത എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു യൂട്ട്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത, കുമാരഗുപ്ത എന്നിവരുടെയൊക്കെ കാലഘട്ടത്തിൽ തന്നെ ഒരു ഗ്രേറ്റ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് അവർ കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ മെനി ഹിന്ദു എപ്പിക്സ്, ലിറ്റററി സോഴ്സ്, അതായത് മഹാഭാരത, രാമായണ എന്നിവൻ്റെ ഒരു ആക്ച്വൽ റിട്ടേൺ ഫോം കൊണ്ടുവന്നത് ഗുപ്ത പീരീഡിലാണ്. അതുപോലെ തന്നെ അവരുടെ കാലഘട്ടത്തിലാണ് മെയിനായിട്ടുള്ള കാളിദാസ്, ആര്യഭട്ട, വീരഹമിഹിര, വ്യത്യാസന എന്ന് പറഞ്ഞിട്ടുള്ള കുറേ സ്കോളേഴ്സ് വന്നു തുടങ്ങിയത്. അവർ നമ്മളുടെ അക്കാഡമിക് ഫീൽഡിൽ കുറേ അഡ്വാൻസ്മെൻറ്റ് കൊണ്ടുവന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അതൊക്കെ ഗുപ്ത കാലഘട്ടത്തിലായിരുന്നു. ഇനി ചന്ദ്രഗുപ്ത എന്ന് പറയുമ്പോൾ റോൾ ഓഫ് ഗുപ്ത റൂളേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ചന്ദ്രഗുപ്ത എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫൗണ്ടേഷൻ കൊണ്ടുവന്നു. അതിലൂടെ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രോത്ത് എനേബിൾ ചെയ്തു. പിന്നെ സമുദ്രഗുപ്ത എന്ന് പറയുന്നത് നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ലിറ്ററേച്ചർ, മ്യൂസിക്, ലേണിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്തു. ചന്ദ്രഗുപ്ത വിക്രമാദിത്യ എന്നാണ് അറിയപ്പെടുക. അതായത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മെയിനായിട്ടെന്ന് പറയുമ്പോൾ ഒരു ഗ്രേറ്റ് പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ആർട്സ് ആയിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ 9 ജെംസ് ഉണ്ടായിരുന്നത്, നവരത്ന എന്നാണ് അറിയപ്പെടുക. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്കോളേഴ്സാണ് നവരത്ന എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ ഉണ്ടായിരുന്നു. അതായത് കാളിദാസ, വീരഹമീര ഇങ്ങനെയുള്ള സ്കോളേഴ്സൊക്കെ അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ ഉണ്ടായിരുന്നു. ഇനി കുമാരഗുപ്ത എന്ന് പറയുന്നത് കുമാരഗുപ്ത 1 ആണ് നളന്ദ യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്തത്, എ ഗ്ലോബൽ സെൻറ്റർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഇനി സിസ്റ്റം ആൻഡ് സ്ട്രക്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുന്നത് ഗുരുകുല, മൊണാസ്ട്രി, അഗ്രഹാര, യൂണിവേഴ്സിറ്റി വഴിയാണ്. അതുപോലെ 2 ടീച്ചേഴ്സാണ് ഉണ്ടായിരുന്നത്, ടൈപ്പ് ഓഫ് ടീച്ചേഴ്സാണ്. അതായത് ആചാര്യ എന്ന് പറയുമ്പോൾ വേദങ്ങൾ പഠിപ്പിക്കുക, ഫിലോസഫി പഠിപ്പിക്കുക. അതവർ പഠനം എന്ന് പറയുന്നത് ഒരു സേക്രഡ് ഡ്യൂട്ടി ആയിട്ടാണ് അവർ കണ്ടിരുന്നത്. ഉപാധ്യായ എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ടീച്ചേഴ്സാണ്, പക്ഷെ അവർക്ക് ഫീസ് കൊടുക്കണം. മറ്റ് ആചാര്യക്ക് ഒരു സേക്രഡ് പുണ്യമായിട്ടാണ് അവർ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠിപ്പിച്ച് കൊടുക്കുന്നത് കണ്ടിരുന്നത്. പക്ഷേ ഉപാധ്യാസ് എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ടീച്ചേഴ്സാണ്, അവർക്ക് ഫീസ് ഉണ്ടായിരുന്നു. സ്കോളർലി എഡ്യൂക്കേഷനായിട്ട്
അവർ ധർമ്മശാസ്ത്ര, സ്മൃതി, ഇതിഹാസ, പുരാണങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നു. പൊതുവായിട്ട് മാത്തമാറ്റിക്സ്, സയൻസ്, വാർഫെയർ, ആസ്ട്രോണമി, ആസ്ട്രോളജി ഒക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഇനി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അപ്പർ കാസ്റ്റിനായിരുന്നു അവർ പെർമിറ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ബ്രാഹ്മിൻസിന് എല്ലാ ടൈപ്പിലുള്ള എഡ്യൂക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. ക്ഷത്രിയാസിന്, വൈശ്യാസിന് എഡ്യൂക്കേഷനൊക്കെ കിട്ടിയിരുന്നു, പക്ഷേ അവർക്ക് എല്ലാ ടൈപ്പ് ഓഫ് ലേണിംഗും ഉണ്ടായിരുന്നില്ല. ശൂദ്ര എന്ന് പറയുന്നത് എല്ലാത്തരം എഡ്യൂക്കേഷനിൽ നിന്ന് ഡിപ്രൈവ് ആയിട്ടുള്ള കാസ്റ്റ് ആയിരുന്നു. നളന്ദ യൂണിവേഴ്സിറ്റിയാണ് അന്നത്തെ വെൽ റിനോൾഡ് ലേണിംഗ് സെൻറ്റർ എന്ന് പറയുന്നത്. ദി മോസ്റ്റ് ഫേമസ് സെൻറ്റേഴ്സ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ടാക്സില, വാരണാസി, ഉജ്ജയിൻ അങ്ങനെയുള്ള മൊണാസ്റ്റിക് കോളേജസ് ആണ്. അയോധ്യ, മധുര, നാസിക്, കാഞ്ചി എന്നൊക്കെ പറയുന്നത് ഫേമസ് സെൻറ്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യ സെൻറ്റേഴ്സ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഗഡികാസ് എന്നുള്ള പേരിലാണ് സൗത്ത് ഇന്ത്യ സെൻറ്റർ ഓഫ് ലേണിംഗ് അറിയപ്പെട്ടിരുന്നത്, ഗഡികാസ് എന്നുള്ള പേരിൽ. ഇനി അന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്തിരുന്നു, അതായത് തൊഴിൽപരമായിട്ടുള്ള എഡ്യൂക്കേഷനും അന്ന് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതായത് മെറ്റലർജി, ഐവറി, ആർക്കിടെക്ചർ, വുഡ് വർക്കൊക്കെ അന്ന് പഠിപ്പിച്ചിരുന്നു. എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ 5 ഇയേഴ്സിൽ ദർഗാചാരീസ് എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ ലിപിശാലകൾ, പ്രൈമറി സ്കൂൾസും അന്ന് എക്സിസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ പറയുന്നത് എഴുത്തോല, അതായത് വുഡൻ ബോർഡ്സിൽ, മരപ്പലകകളിൽ, മണ്ണിൽ ഒക്കെയാണ് അവർ എഴുതി തുടങ്ങിയിരുന്നത്, എഴുത്ത് പഠനം ആരംഭിച്ചിരുന്നത്. എയിംസ് എന്ന് പറയുമ്പോൾ ഇൻ്റലക്ച്വൽ, സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്തിരുന്നു. എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് അവർ പ്രൊമോട്ട് ചെയ്തിരുന്നു. ഹിന്ദു ഫിലോസഫി, സാൻസ്ക്രിറ്റ് പ്രിസർവ് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക, അതായിരുന്നു അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിറ്ററേച്ചർ, സയൻസ്, ആസ്ട്രോണമി, മാത്തമാറ്റിക്സ്, ആർട്സ്, ആ സ്റ്റഡി ഓഫ് ഇതൊക്കെ എൻകറേജ് ചെയ്യുക. പിന്നെ അവർ മെയിനായിട്ട് എയിം ചെയ്തിരുന്നത് ഒരു ഐഡിയൽ പേഴ്സണാലിറ്റിനെ ബിൽഡ് ചെയ്യുക, എല്ലാ തരത്തിലുള്ള സ്ട്രെങ്ത്ത്, അങ്ങനെയുള്ള എല്ലാ ഒരു വിസ്ഡം വെച്ചുള്ള ഒരു ഐഡിയൽ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുക എന്നാണ് അവർ എയിം. ഇനി അടുത്തത് പറയുന്നത് എഡ്യൂക്കേഷൻ ഡ്യൂറിങ് മൗര്യൻ പീരീഡ് ആണ്. അപ്പോൾ എഡ്യൂക്കേഷൻ വാസ് മെയിൻലി ബേസ്ഡ് ഓൺ റിലീജിയൻ, എത്തിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതായത് മറ്റ് ഡൈനാസിസ് പോലെ തന്നെ റിലീജിയൻ, എത്തിക്സ്, അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് അവർ മെയിൻലി ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നെ ബ്രാഹ്മണിക്കൽ ആൻഡ് ബുദ്ധിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ടാക്സില യൂണിവേഴ്സിറ്റിയാണ് അവരുടെ ചീഫ് സെൻറ്റർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ ചാണക്യ എന്ന് പറയുന്നത് ഒരു മെയിൻ സ്കോളർ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അദ്ദേഹം എന്ന് പറയുമ്പോൾ ചന്ദ്രഗുപ്ത മൗര്യയുടെ അഡ്വൈസർ ആയിരുന്നു. പിന്നെ എഡ്യൂക്കേഷൻ എംഫസൈസ് ഡിസിപ്ലിൻ, ലോജിക് ആൻഡ് മോറൽ, അതായത് ഡിസിപ്ലിൻ, ലോജിക്, മോറൽ വാല്യൂസൊക്കെ എംഫസൈസ് ചെയ്തിരുന്നു. അതുപോലെ പൊളിറ്റിക്സ്, എക്കണോമിക്സ്, മിലിറ്ററി സയൻസ്, ലോസ്, ഫിലോസഫി ഒക്കെ പഠിപ്പിച്ചിരുന്നു. പിന്നെ വേദാസ്, ഗ്രാമർ, മെഡിസിൻസ് അതൊക്കെ പഠിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ലേണിംഗ് വാസ് ഗിവൺ ഫോർ അഡ്മിനിസ്ട്രേഷൻ വെൽഫെയർ, അതായത് ഭരണത്തിനും യുദ്ധത്തിനും വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ ലേണിംഗ് പഠിപ്പിച്ചിരുന്നു. ടാക്സില, ഉജ്ജയിൻ, പാടലിപുത്ര ആൻഡ് വാരണാസി എന്നാണ് മെയിൻ സെൻറ്റേഴ്സ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ സെൻറ്റേഴ്സിലേക്ക് പല ഭാഗത്തുനിന്നും, ഇന്ത്യയിൽ നിന്നും പുറത്തുനിന്നുള്ള കുട്ടികളൊക്കെ അട്രാക്ട് ചെയ്തിരുന്നു. പിന്നെ സ്കോളേഴ്സിനെ ബിൽഡ് ചെയ്യുക, അഡ്മിനിസ്ട്രേറ്ററിനെ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ, മോങ്ക് അല്ലെങ്കിൽ സ്കോളേഴ്സിനെ ബിൽഡ് ചെയ്യുക, നാഷണൽ സർവീസിന് വേണ്ടിയുള്ള സ്കോളേഴ്സ് അങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ എഡ്യൂക്കേഷനോട് അവർ ഉദ്ദേശിച്ചിരുന്നത്. ഇനി ഇൻഫ്ലുവൻസ് ഓഫ് റൂളേഴ്സ് എന്ന് പറയുമ്പോൾ ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുമ്പോൾ എൻകറേജ്ഡ് പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എഡ്യൂക്കേഷൻ അണ്ടർ ചാണക്യ. ചന്ദ്രഗുപ്ത മൗര്യയുടെ അണ്ടറിലുള്ള ഒരു മെയിൻ സ്കോളർ ആയിരുന്നു ചാണക്യ. അപ്പോൾ അതിലൂടെ ഒരു പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എഡ്യൂക്കേഷൻ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിരുന്നു, എൻകറേജ് ചെയ്തിരുന്നു. പിന്നെ ബിന്ദുസാര പ്രൊമോട്ട് ഇൻ്റലക്ച്വൽ ആൻഡ് ഫിലോസഫിക്കൽ ഡിസ്കഷൻ, ഇൻ്റലക്ച്വലും ഫിലോസഫിക്കൽ ഡിസ്കഷൻസ് ആയിരുന്നു ബിന്ദുസാര മെയിനായിട്ട് പ്രൊമോട്ട് ചെയ്തിരുന്നത്. അശോകയുടെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ ആയിരുന്നു സ്പ്രെഡ് ചെയ്തിരുന്നത്. അതുപോലെ മൊണാസ്ട്രീസ് ഒക്കെ സ്പ്രെഡ് ചെയ്തിരുന്നു. എയിം എന്ന് പറയുമ്പോൾ ഒരു എഫിഷ്യൻറ്റ് ലോയൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ ദ എംപയർ, ഭരണത്തിന് അല്ലെങ്കിൽ രാജ്യത്ത് ആ ഒരു എംപയറിന് വേണ്ടിയിട്ട് ഒരു എഫിഷ്യൻറ്റ് ലോയൽ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ ഉണ്ടാക്കുക. അതുപോലെ മോറൽ എത്തിക്കൽ വാല്യൂസ് സ്പ്രെഡ് ചെയ്യുക, അതായത് അശോകയുടെ മെയിനായിട്ടുള്ള ടീച്ചിങ്സിന് പറയുന്ന പേരാണ് ധമ്മ. അപ്പോൾ അതിലൂടെ മോറൽ എത്തിക്കൽ വാല്യൂസ് സ്പ്രെഡ് ചെയ്യുക. പ്രൊമോട്ട് മൊണാസ്റ്റിക്, അതായത് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക. സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക.
ആത്മീയപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക, അതൊക്കെയായിരുന്നു അവരുടെ എയിം. അതുപോലെ തന്നെ മിലിറ്ററി, പൊളിറ്റിക്സ്, ഡിപ്ലോമസി ഒക്കെ യൂത്തിനെ ട്രെയിൻ ചെയ്യുക, അതായിരുന്നു മൗര്യൻ പീരീഡിൻ്റെ എയിം എന്ന് പറയുന്നത്. ഇതൊരു ക്വിക്ക് കമ്പാരിസൺ ആണ്. അതായത് മെയിൻ റൂളേഴ്സിനെ കൊടുത്തിട്ടുണ്ട്. മൗര്യ, ഗുപ്ത, മുഗൾ. ചന്ദ്രഗുപ്ത മൗര്യ, ബിന്ദുസാര, അശോകയാണ് മെയിൻ റൂളേഴ്സ് എന്ന് പറയുമ്പോൾ മൗര്യൻ പീരീഡിൽ. ചന്ദ്രഗുപ്ത 1, സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത 2, കുമാരഗുപ്തയാണ് മെയിൻ റൂളേഴ്സ് അണ്ടർ ഗുപ്ത. അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് ഒക്കെയാണ് മുഗൾ കാലഘട്ടത്തിലെ മെയിൻ റൂളേഴ്സ്. പിന്നെ ടീച്ചിങ് മെത്തേഡാണ് പറയുന്നത്. ഗുരുകുല മൊണാസ്ട്രി എഡ്യൂക്കേഷൻ ആയിരുന്നു മൗര്യൻ പീരീഡിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഗുരുകുല യൂണിവേഴ്സിറ്റി വിത്ത് ഓർഗനൈസ് സിലബസ് ആൻഡ് സ്ട്രക്ചർ. മക്തബ്, മദ്രസ സിസ്റ്റമായിരുന്നു മുകളിലുണ്ടായിരുന്നത്. പിന്നെ മെയിനായിട്ട് സ്കോളേഴ്സിനെ പറയുന്നുണ്ട്. ചാണക്യ ആയിരുന്നു മൗര്യൻ പീരീഡിലെ മെയിൻ സ്കോളർ. ആര്യഭട്ട, കാളിദാസ, വിരഹമിഹിര, അങ്ങനെ കുറച്ച് 3 പേര് മാത്രമല്ല, ഇനിയും സ്കോളേഴ്സിൻ്റെ മെയിനായിട്ട് 3 പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അബുൽ ഫാസിൽ, ഫൈസി, ബിർബലാണ് മുഗൾ കാലഘട്ടത്തിലുള്ള സ്കോളേഴ്സ് ഇനിയും ഉണ്ടാവും. അത് മെയിനായിട്ടുള്ള കുറച്ച് ആളുകൾ കൊടുത്തതാണ്. പിന്നെ സെൻറ്റേഴ്സ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ടാക്സില, ഉജ്ജയിൻ, പാടലിപുത്ര. മറ്റേത് നളന്ദ, വല്ലഭി, ഉജ്ജയിന്. മുകളിൽ പറയുമ്പോൾ ഡൽഹി, ആഗ്ര, ലാഹോർ. പിന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, സബ്ജക്റ്റ്, തോട്ട് ഇതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ക്വിക്ക് കമ്പാരിസൺ ആണ്. മെയിനായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഇതിലൂടെ നമുക്ക് ഈ ഒരു ടാബിലൂടെ കിട്ടുന്നുണ്ട്. ഇനി MCQ എന്ന് പറയുമ്പോൾ 10 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ദ മെയിൻ എയിം ഓഫ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ പ്രൊമോട്ട് ആർട്ട് ആൻഡ് കൾച്ചർ. ബി എന്ന് പറയുമ്പോൾ സ്പ്രെഡ് ഇസ്ലാം, പ്രിപ്പയർ സ്റ്റുഡൻറ്റ് ഫോർ പ്രാക്ടിക്കൽ ലൈഫ്. സി പറയുമ്പോൾ ട്രെയിൻ സോൾജിയർ ഫോർ ആർമി. ഡി ടീച്ച് ഓൺലി മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്. അപ്പോൾ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുമ്പോൾ ആൻസർ ബി ആണ്. ഇസ്ലാം സ്പ്രെഡ് ചെയ്യുക, സ്റ്റുഡൻസിന് പ്രാക്ടിക്കൽ ലൈഫിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഹു ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഇസ്ലാമിക് എഡ്യൂക്കേഷനിൽ ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവന്നത് ആൻസർ എന്ന് പറയുമ്പോൾ മുഹമ്മദ് ഗസ്നിയാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ സെറിമണി ഓഫ് അഡ്മിഷൻ ടു ദ മക്തബുകളിലേക്ക് ഉള്ള അഡ്മിഷൻ്റെ സെറിമണീനെ പറയുന്ന പേരാണ് നമസ്, ഈദ്, മദ്രസ ഡേ, ബിസ്മില്ല. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ ബിസ്മില്ല. പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഹയർ എഡ്യൂക്കേഷൻ മദ്രസ വാസ് ഡിവൈഡ് ഇൻ ടു. മക്തബകളിലെ ഹയർ എഡ്യൂക്കേഷൻ ഡിവൈഡ് ചെയ്ത് മെയിനായിട്ട് 2 കാറ്റഗറിയാണ്. അതിൻ്റെ ആൻസറാണ് സെക്കുലർ ആൻഡ് റിലീജിയസ്. ഇനി അസേർഷൻ ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ പറയുമ്പോൾ ഡ്യൂറിങ് മീഡിയവൽ പീരീഡ് എഡ്യൂക്കേഷൻ വാസ് ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് റിലീജിയൻ ആണ്. പിന്നെ എൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ മോസ്റ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വെർ അറ്റാച്ച്ഡ് ടു ദ റിലീജിയസ് സെൻറ്റേഴ്സ് ആൻഡ് മൗലവി ആൻഡ് ഇമാം ആക്ടഡ് ആസ് ദ ടീച്ചേഴ്സ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ A and R are true ആണ്. R is the correct explanation of A. ഇനി അസേർഷൻ എന്ന് പറയുമ്പോൾ ദ കരിക്കുലം ഇൻ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ പ്രൊമോട്ടഡ് പ്രാക്ടിക്കൽ ലേണിംഗ് ആൻഡ് മോറൽ ഡിസിപ്ലിൻ. ഇസ്ലാമിക് എഡ്യൂക്കേഷൻ്റെ കരിക്കുലം മെയിനായിട്ട് പ്രാക്ടിക്കൽ ലേണിംഗ്, മോറൽ ഡിസിപ്ലിനാണ് പ്രൊമോട്ട് ചെയ്തിരുന്നത്. റീസൺ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ഫോക്കസ്ഡ് ഇൻ മെമ്മറൈസേഷൻ ഓഫ് ഖുറാനിക് വേഴ്സസ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ബോത്ത് A and R ട്രൂ ആണ്, ബട്ട് R is not the correct explanation of A ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പറയുമ്പോൾ വിച്ച് വാസ് ദ മെയിൻ സെൻറ്റർ ഓഫ് ലേണിംഗ് ഡ്യൂറിങ് മൗര്യൻ പീരീഡ്. മൗര്യൻ പീരീഡിലെ മെയിൻ സെൻറ്റർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് നളന്ദ, വല്ലഭി, ടാക്സില, ഉജ്ജയിൻ. അപ്പോൾ മൗര്യൻ പീരീഡിൽ സെൻറ്റർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ടാക്സില. ഗുപ്ത പീരീഡിൽ ചോദിക്കുകയാണെങ്കിൽ നളന്ദയാണ്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അക്കോർഡിംഗ് ടു ഡൈനാസിസ് ആൻഡ് ദ ടീച്ചിങ് മെത്തേഡ്. ഇവിടെ കുറച്ച് ഡൈനാസിസ് കൊടുത്തിട്ടുണ്ട്, അവരുടെ ടീച്ചിങ് മെത്തേഡും കൊടുത്തിട്ടുണ്ട്. അത് ആ ബോക്സിലാണ് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എ എന്ന് പറയുമ്പോൾ മൗര്യ, ഗുരുകുൽ ആൻഡ് മൊണാസ്ട്രി എഡ്യൂക്കേഷനാണ്. ഗുപ്ത എന്ന് പറയുമ്പോൾ ഗുരുകുൽ യൂണിവേഴ്സിറ്റി ഓർഗനൈസ്ഡ് സിലബസ് ആൻഡ് സ്ട്രക്ചറാണ്. മുഗൾ എന്ന് പറയുമ്പോൾ മക്തബ് ആൻഡ് മദ്രസ സിസ്റ്റമാണ്. ഇതിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലെല്ലാം ശരിയാണ്. ഇനി അസേർഷൻ എന്ന് പറയുമ്പോൾ ഡ്യൂറിങ് മുഗൾ പീരീഡ് എൻകറേജ്ഡ് ബോത്ത് മുസ്ലിം ആൻഡ് ഹിന്ദു എഡ്യൂക്കേഷൻ. മുഗൾ പീരീഡിൽ ബോത്ത് ഹിന്ദു ആൻഡ് മുസ്ലിം എഡ്യൂക്കേഷൻ എൻകറേജ് ചെയ്തിരുന്നു. റീസൺ എന്ന് പറയുമ്പോൾ മുസ്ലിം വേർ എഡ്യൂക്കേറ്റഡ് ത്രൂ മക്തബ് ആൻഡ് മദ്രസ ആൻഡ് ഹിന്ദു ത്രൂ പാഠശാല. അതായത് മുസ്ലിംസ് മക്തബിലൂടെ മദ്രസയിലൂടെ എഡ്യൂക്കേഷൻ കിട്ടിയിരുന്നു, ഹിന്ദുസിന് പാഠശാലകളിലൂടെയും കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ബോത്ത് A and R are true ആണ്. R is the correct explanation of A ആണ്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഡൈനാസ്റ്റീസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ റൂളേഴ്സ് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുഗളിൻ്റെ റൂളേഴ്സ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആൻസർ മൗര്യ, ചന്ദ്രഗുപ്ത മൗര്യ, ബിന്ദുസാര, അശോക. ഗുപ്ത എന്ന് പറയുമ്പോൾ ചന്ദ്രഗുപ്ത 1, സമുദ്രഗുപ്ത. മുഗളുടെ റൂളേഴ്സ് എന്ന് പറയുമ്പോൾ അക്ബർ, ജഹാംഗീർ, ഔറംഗസേബ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. മെയിനായിട്ട് മിഡീവൽ എഡ്യൂക്കേഷൻ്റെ ഫീച്ചേഴ്സ്, മക്തബ്, മദ്രസ, ആസ്പെക്റ്റ്, എയിം, മെറിറ്റ്, ഡിമെറിറ്റ് ഒക്കെ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ പിന്നെ പാട്രോണേജ് അണ്ടർ ഗുപ്ത, മൗര്യ, മുഗൾ. അതായത് മുഗൾ ഇതിൻ്റെയൊക്കെ ആ കാലഘട്ടത്തിലുള്ള
ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ റൂളേഴ്സ് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്തിരുന്നത്, അതുപോലെ മെയിൻ റൂളേഴ്സ്, സ്കോളേഴ്സ്, അവരുടെ എയിം, അതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.